വോട്ട് ചെയ്യാൻ പോയിടും, ഒന്നിച്ചൊന്നായി പോയിടും ഭാരതത്തിനാ. ഞാൻ ഭാരതം, എന്നിലുണ്ട് ഭാരതം. കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. നമസ്കാരം. ഇന്ന് ഇന്ത്യ ആര് ഭരിക്കുമെന്ന വിധിയെഴുതാൻ ജനം പോളിംഗ് ബൂത്തിലേക്ക്. തൊടുപുഴ മുനിസിപ്പാലിറ്റി 8-ാം വാർഡിൽ 2 കുടുംബം. കൈതക്കോട് ഗുരുനഗറിലെ നിവാസികൾ വളരെ ദുഃഖത്തിലാണ്. അവർ വോട്ട് ബഹിഷ്കരിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം അതാ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇന്ത്യ ആര് ഭരിക്കുന്നുള്ള ഒരു നിർണായക ഘട്ടത്തിലാണ്. പക്ഷേ അവരുടെ വിഷമം കൊണ്ട്, ഈ മുനിസിപ്പാലിറ്റിയുടെ നെറികെട്ട ഭരണം കൊണ്ട് ഇത് നൂറുകണക്കിന് ജനങ്ങൾ ഇതിലെ പോണ റോഡിൻ്റെ ഒരവസ്ഥ അവർ പല പ്രാവശ്യം ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികളോടും മറ്റുള്ളവരോടും പറഞ്ഞിട്ട് പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഈ പ്രാവശ്യത്തെ വോട്ട് ബഹിഷ്കരിക്കുകയാണ്. പിന്നെ ഇതാരെങ്കിലും വാഗ്ദാനങ്ങളുമായി വരുവാണെങ്കിൽ, നിറവേറ്റാവുന്നവർ കൊടുക്കുവാണെങ്കിൽ അവർ വോട്ടും ചെയ്യും. ഇന്ത്യൻ പാർലമെൻറ്റ് ഇലക്ഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റി 8-ാം വാർഡ് വോട്ട് ബഹിഷ്കരിക്കുകയാണ്. കാരണം ഇതാണ്, നാട്ടിൽ നമുക്ക് സുഗമമായുള്ള യാത്രയ്ക്കുള്ള സൗകര്യം വരെ ഗ്രാമീണ തലത്തിലില്ല. 8-ാം വാർഡാണ്. അത് വലിയൊരു ഇതാണ്. വോട്ട് ബഹിഷ്കരിക്കാൻ അത്രയ്ക്ക് മാനസികമായ വിഷമം അവർക്കുണ്ടായിട്ടാണ്. കഴിഞ്ഞ ദിവസം വാർത്തയൊക്കെ വിട്ടതാണ് ഇവർ വോട്ട് ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂട്ടായ ഒരു വീട്ടോ 2 വീട്ടുകാരോ ആയിക്കോട്ടെ, ഇവർ ഇത്രയും പേര് വോട്ട് ബഹിഷ്കരിക്കും എന്നാണ് പറയണത്. എന്തായാലും ഈ വാർഡിലെ 4-8 കൂടി ചേരുന്ന വാർഡാണ്. ഒരു കൗൺസിലറോട് ചോദിക്കുമ്പോൾ പറയും നമ്മളുടെ കൗൺസിൽ, ഞങ്ങൾ 8-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്, 8-ാം വാർഡിലെ കൗൺസിലറോട് എനിക്ക് ചോദിക്കാനുള്ള മാർഗ്ഗമുള്ളൂ. അവരോട് ചോദിക്കുമ്പോൾ പറയും 2 വാർഡ് 3 വാർഡിലെ ആൾക്കാരെല്ലാം കൂടെ കൂടി അത് ചെയ്യുള്ളൂ. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ഇവിടെയുള്ള പാവങ്ങളായ ഓട്ടോറിക്ഷ വിളിക്കുന്ന, അല്ലെങ്കിൽ 2 വീലറിൽ യാത്ര ചെയ്യുന്ന, കുണ്ടും കുഴിക്കിടയും ചാടി നടുവും പാടില്ലാണ്ട് വരുന്ന ജനങ്ങളാണ്. ഒട്ടേറെ ബുദ്ധിമുട്ടിലാണ്. ഒരേ ആശുപത്രി കേസായാലും മറ്റ് കേസുകളിൽ ഇവിടെ അല്ലസർ മെഡിക്കൽ കോളേജ്, ദന്തൽ ഹോസ്പിറ്റൽ, കോളേജ്, കോപ്പറേറ്റീവ് കോളേജ് എല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. പെട്ടെന്ന് അവിടെ ഒരു ആക്സിഡൻറ്റ് വെച്ച് ഒരു ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു അവിടെ നിന്ന് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ കൊണ്ടുപോകുന്ന ഒരാളെ കൊണ്ടുപോയത് വളരെ കഷ്ടപ്പെട്ടാണ്. ഇങ്ങനെ ഒരു ആംബുലൻസ് കൊണ്ട് കുണ്ടും കുഴിയും ചാടിച്ച് അവിടെ ചെല്ലുമ്പോൾ മരണത്തോട് മല്ലിടുന്ന പോലെയാണ് ഒരു ആംബുലൻസ് തന്നെ ഇതിൽ കടന്നു പോകുന്നത്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പകുതി ആൾക്കാർ വരില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള യാത്രയ്ക്കൊക്കെ 100 രൂപ ഈടാക്കുന്നത്. വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നേർവഴി ഒരു പരിചയം മുഖത്ത് കാണിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലാത്ത കാരണമാണ് ആൾക്കാർ പിന്നെയും വരുന്നത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇത് ആരുടെ അടുത്ത് ഞങ്ങൾ അധികാരികളുടെ അടുത്ത് പറയണം എന്ന് നമ്മൾ അധികാരികളുടെ അടുത്ത് പറഞ്ഞ വാർഡ് സഭയിലും ഇത് പറഞ്ഞതാണ്. ഈ 8-ാം വാർഡിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഈ മിനിഞ്ഞാന്ന് ഞാൻ നമ്മുടെ കൗൺസിലറെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു ഉടൻ തന്നെ തീരുമാനമാവുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ ഈ ഇന്ത്യ ആര് ഭരിക്കും അന്ന് ആ വോട്ട് നമ്മൾ ബഹിഷ്കരിക്കാൻ പാടില്ലാത്തതാണ്. രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയുള്ള ആര് ഭരിക്കും ഒരു ഭരണകർത്താവിന് വേണ്ടിയുള്ള വിധി നിർണയമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വാർഡിൻ്റെ കൗൺസിലറുടെ ഇതെടുത്ത് പറയുമ്പോഴും ഇത് ഒരു തീരുമാനമാകാത്ത കാരണം നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ഈ വോട്ട് ബഹിഷ്കരിക്കുന്നതിൽ. ഇത്രയും ഒക്കെയാണ് നമ്മുടെ ഈ വാർഡിനെ കുറിച്ച് പറയാനുള്ളൂ. കൂടുതൽ ഇലക്ഷൻ വാർത്തകൾ കാണുക നാട്ടുരാജ്യ ന്യൂസിൽ. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.